യുവതി പുഴയിൽ ചാടി ചെയ്തു. പറവൂർ കോട്ടുവള്ളി സ്വദേശിനി ആശാ ബെന്നിയാണ് മരിച്ചത്. പലിശയ്ക്ക് പണമെടുത്തതിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും തന്റെ മരണകാരണം ഇതാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആശ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യ എടുത്തത്. 10 ലക്ഷം രൂപ എടുത്തായിരുന്നു. അത് 5 ലക്ഷം വെച്ചാണ് നമുക്ക് തന്നിരുന്നത്. അതുപോലെ ആവശ്യപ്പെട്ടപ്പോൾ 5 ലക്ഷവും പലിശയും ഇതൊക്കെ കൊടുത്തേർന്നതാണ്. ഏകദേശം എൻ്റെ ഭാര്യ പറഞ്ഞാണ് 1.10 വെച്ച് മാസം കൊടുത്തേർന്നതാണ്. അത് ഏതാണ്ട് ഇപ്പോൾ 2023 തൊട്ടാണ് ഇത് കൊടുത്തേർന്നത്. 23 കൊടുത്തിട്ട് ഇപ്പോൾ 25 ഈ ടൈം വരെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്ക് മുതൽ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം വന്നെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഉണ്ടായില്ല. ഞാൻ പണിക്ക് പോയേക്കായിരുന്നു. പണിക്ക് പോയി വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇത്ര കാശ് ഇവിടെ കൊടുക്കാനുണ്ടെന്നൊക്കെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലിശക്കാരന്റെ ഭീഷണിയെ തുടർന്ന് യുവതി ആറ്റിൽ ചാടി മരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് വന്നത്. അതിൽ യുവതിയുടെ ഭർത്താവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങള് എൻ്റെ ഭാര്യ 10 ലക്ഷം എടുത്തിട്ടുണ്ടായിരുന്നു, അതുമാത്രവുമല്ല എന്തിനാണ് എടുത്തത് എന്ന് എനിക്കറിയില്ല, എല്ലാ മാസവും 1.10 വെച്ച് തിരിച്ചു കൊടുത്തിരുന്നു, ഞാൻ പണിക്ക് പോവുകയാണ് ചെയ്തത്. അതായത് ഇവർ എന്തിനാണ് 10 ലക്ഷം എടുത്തത് എന്ന് അറിയില്ല ആർക്കും. അതുമാത്രവുമല്ല എങ്ങനെയാണ് 1.10 വെച്ച് ഇത് തിരിച്ചടക്കാൻ കഴിയുന്നത്? അതെന്തൊരു മായാജാലമാണ്, എന്തു ബിസിനസ്സാണ്? എങ്ങനെ 1,10,000 രൂപയൊക്കെ ഒരു മാസം ലാഭം കിട്ടുന്ന ബിസിനസ് എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. പിന്നെ മാന്യമായിട്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഒരാളോട് കടം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകാരൊന്നും തരാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതുപോലെയുള്ള വട്ടിപ്പലിശക്കാരെടുക്കുന്നത് നിങ്ങൾ കടം വാങ്ങിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുക. പിന്നെ അതുമാത്രവുമല്ല അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക. അവരെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ പൈസ വാങ്ങിക്കാൻ പാടുള്ളൂ. ഇല്ലാതെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ പലിശ അടച്ച് മുടിഞ്ഞു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവിടെയുള്ള മിക്ക പലിശക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശമേൽ പലിശ, പലിശയുടെ പലിശ, പിന്നെ വീട്ടിലേക്ക് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു പലിശ, അതുമാത്രവുമല്ല ഇനി ചോദിക്കാൻ പോകുമ്പോൾ കൂട്ടുകാരനുണ്ടെങ്കിൽ അവന് ചായ വാങ്ങിച്ചു കൊടുത്താലുള്ള പലിശ. ഇങ്ങനെയാണ് ഇവരുടെ പലിശ കൂട്ടൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് ഇത്രാം തീയതി എനിക്ക് മുതലും പലിശയും തരണം, ഇത്രാം തീയതി എനിക്ക് പലിശ തരണം, അത് അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നവരുടെ കടമയാണെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ പോയിട്ട് ഒരു സ്ഥലത്തു നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് തിരിച്ചടവിന് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചടക്കാൻ കഴിയാതെപ്പോഴോ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുക. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവതി ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കുറ്റമാണ്. അതായത് ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പാടില്ലായിരുന്നു. ഇനി വാങ്ങിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് വെക്കണമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ ചെയ്തത് അതിലും വലിയൊരു തമ്മാടിത്തരമാണ്. അയാൾ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൽ കാര്യങ്ങൾ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇതുപോലെയുള്ള ഇമാതിരി പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാലോ, പല ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞതിന് ശേഷം കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. ആ പൈസയും കാര്യങ്ങളൊക്കെ ഇതുപോലെ വട്ടിക്ക് കൊടുത്തിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ജീവിക്കുന്ന എന്ന് പറയാൻ പറ്റൂല, അവരിങ്ങനെ എന്താ പറയേണ്ടത്, ജനങ്ങളെ ദ്രോഹിക്കുന്ന. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഒരു ബാങ്കിൽ നിന്ന് പോലും നമുക്ക് കിട്ടാത്ത അവസരങ്ങളിൽ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതുപോലെയുള്ള വട്ടിപ്പലിശക്കാരുള്ളത് കൊണ്ടാണ്. 5 സെന്റ് സ്ഥലത്തിന്, നല്ല വാല്യൂ ഉള്ള സ്ഥലത്തിന് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും 100 നൂലാമാലകളാണ് പറയുക. നേരെ മറിച്ചെന്ന് പറഞ്ഞൊരു പിടിപാടുള്ളവൻ പോയിട്ട് ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവന് ലോൺ കൊടുക്കും. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ നീ എങ്ങനെയാടാ ഇത് അടക്കുക, നിനക്കെന്നാടാ ജോലി, നിന്റെ ഭർത്താവിനെന്നാടാ ജോലി, നിന്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ടടാ, അതുമാത്രമല്ല ഞങ്ങളൊന്ന് വന്ന് നോക്കട്ടെ, ഞങ്ങളൊന്ന് വന്ന് അളന്നു നോക്കട്ടെ, ഈ 5 സെൻറ്റല്ലേ നിനക്കുള്ളൂ, ഈ 5 സെൻറ്റ് പോയി കഴിഞ്ഞാൽ നീ എവിടെയാടാ കിടക്കുക, അതായത് ഇത് നീ തിരിച്ച് ഇപ്പോൾ നിനക്ക് ഞങ്ങൾ ലോണ് തന്നു കഴിഞ്ഞാൽ നീ ഇത് തിരിച്ചടച്ചില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നമുക്ക് കഴിയില്ലല്ലോ എന്നുള്ള മുടന്തൻ ന്യായങ്ങളും കാര്യങ്ങളൊക്കെയാണ് മിക്ക ബാങ്കുകാരും പറയുന്നത്. അപ്പോൾ ഗതിയില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാവങ്ങൾ പോയിട്ട് ഇതുപോലെയുള്ള ബ്ലേഡ് പലിശക്കാരൻ്റെ കെണിയിൽ വീഴുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ആ വീട്ടമ്മക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയുടെ കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടാകാം, അവരെങ്ങനെയോ അതിൻ്റെ അകത്തങ്ങ് വീണുപോയി. ഏതായാലും ബാക്കി കാര്യം കൂടി ഒന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആരുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ചത്? ഇവര് ബിന്ദു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ നിന്നാണ് മേടിച്ചത്. അയാൾ പോലീസുകാരനായിരുന്നു, റിട്ടയർഡ് പോലീസ് ഡ്രൈവറായിരുന്നു.
ആശാബെന്നിയുടെ വീട്ടിലെത്തിയ പലിശക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ ചേർന്നു. ആൻമരിയ, കഴുത്തറപ്പൻ ബ്ലേഡിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. പലിശക്കണിയിൽ തീർന്ന ഒരു വീട്ടമ്മയുടെ ജീവിതം എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അവിടെയുള്ള ഒരു നാട്ടുകാർ പോലും ഇടപെട്ടില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഞാൻ പറഞ്ഞില്ലേ, വല്ലവൻ്റെയും അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാം എന്ന് പറഞ്ഞതുപോലെയാണ്. നാട്ടുകാർ ഒരാൾ പോലും ഇടപെട്ടില്ല. ഇവൻ്റെ ഗുണ്ടകളൊക്കെ വന്ന് ഇവിടെ അഴിഞ്ഞാടുമ്പോൾ ഇവരൊക്കെ നോക്കി നിന്നു എന്നുള്ളതാണ്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണ് പൊട്ടന്മാരാന്നേ ഞാൻ പറയുള്ളൂ. ഒരാൾ പോലും ഇടപെടാൻ പാടില്ല എന്നുള്ളതുപോലെയാണ്. ആലോചിച്ച് നോക്കണം. ഇത്രയും ബഹളം കൂട്ടുമ്പോഴേ അതുമാത്രം ഈ സ്ത്രീ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ തിരിച്ചടച്ചു എന്ന്. പിന്നെ 1/10 വെച്ച് സ്ത്രീ തിരിച്ചടച്ചു എന്ന് പറയുന്നുണ്ട്. 1/10 എങ്ങനെ ഉണ്ടാക്കി അതും നമുക്ക് ആർക്കും അറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള പലിശക്കാരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിക്കുമ്പോഴേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഒരിക്കലും അവർക്ക് നിങ്ങളുടെ പൈസ വേണ്ട. അതായത് നിങ്ങളുടെ സ്ഥലം തന്നെയാണ് അവരുടെ നോട്ടം എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുമ്പോഴും അവിടെയുള്ള മാനേജർക്കായാലും എല്ലാവർക്കും നിങ്ങൾ തിരിച്ചടക്കല്ലേ ഭഗവാനെ, അങ്ങനെ അടക്കാതിരുന്നു കഴിഞ്ഞാൽ ആ സ്ഥലവും കൂടി ഞങ്ങൾക്ക് വാങ്ങിക്കാലോ എന്നുള്ള തരത്തിൽ തന്നെയാണ് അവരെല്ലാവരും ചിന്തിക്കുന്നത്. അതായത് ഈ പൈസ തരുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂരന്മാർ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ ഇമാതിരി കൂതറകളുടെ കയ്യിൽ നിന്നും 5 പൈസ വാങ്ങിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗതികെട്ടവെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കൈ നീട്ടും, അത് ഉറപ്പാണ്. കാരണം എന്താ, നമുക്ക് ചിലപ്പോൾ നാളെ ഒരു ആശുപത്രി കേസിന് ഒരു 10 ലക്ഷം രൂപ വേണം. ഒരു ബാങ്കുകാർ പോലും തരത്തില്ല. പക്ഷേ നമ്മുടെ ആധാരം കൊണ്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ എവിടെ നിന്ന് എടുക്കും? ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പലിശക്കാരൻ്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. അങ്ങനെ അവൻ്റെ ആ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പലിശ വേണിച്ച് അവൻ പിഴിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ പ്രധാനപ്പെട്ട ആരെങ്കിലും വിളിച്ച് അതിന് കൃത്യമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിക്കാൻ പാടുള്ളൂ, പൈസ വാങ്ങിക്കാൻ പാടുള്ളൂ. അത് മാത്രവുമല്ല, ഇനി അവനങ്ങനെ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഓപ്പറേഷൻ കുബേര പോലെയുള്ളൊരു സംഭവത്തിൽ ഇവനെ പിടിച്ച് അകത്തിടാനുള്ളൊരു നിയമം കൂടി ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി കൂതറകളാണ്. നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്കണം. ആ വീട്ടമ്മ എത്രമാത്രം വിഷമിച്ചിട്ടായിരിക്കും അവരവിടെ നിന്നും ചാടിയത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെ ഒരു പോലീസുകാരൻ എന്ന് പറയുന്ന നാരിയും അവൻ്റെ ഭാര്യയും പിന്നെ അവൻ്റെ മക്കളും എല്ലാവരും കൂടി ചേർന്ന ഒരു കുടുംബം കുട്ടിച്ചോറാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവരുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് വലിയൊരു വീഴ്ചയുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ഭാര്യ വാങ്ങിക്കുമ്പോൾ അത് കുറച്ചെങ്കിലും ശ്രദ്ധിക്കണമായിരുന്നു. മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ച് നമ്മൾ തിന്നുമ്പോൾ വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. അതായത് ഇരുതല പിന്നെ വാളാണ് അത് എന്നേ ഞാൻ പറയുള്ളൂ. നന്ദി, നമസ്കാരം.